ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 100% ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രൊഫൈൽ എന്നുള്ളത്. സോ പ്രൊഫൈൽ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയാലോ. ആൻഡ് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്രൊഫൈൽ എന്നുള്ളത്. സോ പ്രൊഫൈൽ വന്നാൽ എന്റെ മക്കളെ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ആൻഡ് അതിന്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ത് ചെയ്യാം മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഓക്കെ, പ്രൊഫൈലിന് ഒരു ഫോമാറ്റ് ഉണ്ട് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റിൽ എഴുതണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരാം. ആദ്യം ഒരു പ്രൊഫൈലിന്റെ ആരെ പ്രൊഫൈൽ എഴുതണം എന്നുള്ളത് നമ്മളോട് പറയും. എന്നിട്ട് 5 മാർക്കിനൊക്കെയാണ് കേട്ടോ നിങ്ങളോട് പ്രൊഫൈൽ ചോദിച്ചിട്ടുള്ളത്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് 5 മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എഴുതി ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് 4 മാർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രൊഫൈൽ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇങ്ങനെയായിരിക്കും മിസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആളുടെ പേര് തരും, കുറച്ച് ഡീറ്റെയിൽസ് തരും അല്ലെ. ഇതുപോലെ നമുക്ക് കോളൻ ഇട്ടിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തരും. ഈ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സെയിം ഡീറ്റെയിൽസ് തന്നെ ഒന്ന് ലിങ്ക് ചെയ്ത് എഴുതിയാൽ മതി. പക്ഷെ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഈ ഒരു പോയിന്റ്സ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതണം. ടൈറ്റിൽ എന്തായിരിക്കും എഴുതേണ്ടത്, നമ്മുടെ ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് ആളുടെ പേരായിരിക്കണം നമ്മൾ ടൈറ്റിൽ ആയിട്ട് എഴുതേണ്ടത്. അതിനുശേഷം ഡേറ്റ്, നമ്മൾ ബോൺ ഓൺ, എവിടെയാണ് ജനിച്ചത് അല്ലെങ്കിൽ ഏത് ഇയറിലാണ് ജനിച്ചത് എന്നൊക്കെ നമ്മൾ പറയണം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴാണ് ജനിച്ചത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയേണ്ടത്. ഇനി ആ ഒരു ജനിച്ച ഡേറ്റ് ഫുൾ ഡേറ്റ് ആണ്. നമുക്കിപ്പോ ഇങ്ങനെ 18 ഓഗസ്റ്റ് 2023 ഇങ്ങനെ ഡേറ്റ് തരാണെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഓൺ ചേർക്കണം. ഇനി ഏതെങ്കിലും ഒന്ന് ഇയർ മാത്രമാണ് തരുന്നെങ്കിൽ, ഇപ്പൊ ബോൺ 2023 എന്ന് മാത്രമാണ് തരുന്നെങ്കിൽ അതിന്റെ മുന്നേ നമ്മൾ ഇന്നാണ് ചേർക്കേണ്ടത്. സോ ഇത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ തെറ്റ് വീഴും, ഓരോ മാർക്ക് വീതം കുറയും. ഓക്കെ, അപ്പൊ ഫുൾ ഡേറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺ കൊടുക്കണം. അതുപോലെ ഇയർ മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണടാ, ഇന്ന് കൊടുക്കണം. ഇനി ബോൺ ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കൺട്രി എന്ന് വെച്ചാൽ വലിയ പ്ലേസും ചെറിയ പ്ലേസും തന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്ലേസിന് നമ്മൾ ഇന്ന് കൊടുക്കാം, ചെറിയ പ്ലേസിന് നമ്മൾ എന്ത് കൊടുക്കണം, അറ്റ് കൊടുക്കണം. ഇപ്പൊ ബോൺ അറ്റ് കോഴിക്കോട് ഇൻ കേരള എന്ന് നമുക്ക് പറയാം അല്ലെ. കേരളയുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു സ്ഥലമാണ് കോഴിക്കോട്. ഓക്കെ, അപ്പൊ അറ്റ് കോഴിക്കോട് ഇൻ കേരള എന്ന് പറയാം. ഇനി കോഴിക്കോട് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബോൺ ഇൻ കോഴിക്കോട് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ വലിയ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കൺട്രി പോലെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ നിങ്ങൾ ഇന്നെന്ന് കൊടുക്കുക. ആൻഡ് ഇനി കുഞ്ഞു പ്ലേസ് പറയാണ്, ഇപ്പൊ ഹൈലൈറ്റ് മോൾ അല്ലെങ്കിൽ പാലാഴി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബോൺ അറ്റ് പാലാഴി എന്നാണ് കേട്ടോ പറയാം. അല്ലെങ്കിൽ ബോൺ അറ്റ് ബേപ്പൂർ അല്ലെങ്കിൽ ബോൺ അറ്റ് മെഡിക്കൽ കോളേജ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം കേട്ടോ. ക്ലിയർ. ഓക്കെ, അപ്പൊ വലിയ പ്ലേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കൺട്രീസ് പോലെയുള്ള പ്ലേസസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് കൊടുക്കാം. ചെറിയ പർട്ടിക്കുലർ പ്ലേസിന് നമുക്ക് എന്ത് കൊടുക്കാം, അറ്റ് കൊടുക്കാം. ആൻഡ് ഇനി 2 പ്ലേസ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ചെറിയ പ്ലേസിന് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ് കൊടുക്കാം, വലിയ പ്ലേസിന് നിങ്ങൾ ഇന്ന് കൊടുക്കാം. ക്ലിയർ. ഇനി പാരന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൺ ടു എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ബോൺ ടു എന്ന് പറഞ്ഞിട്ട് പാരന്റ്സിന്റെ നെയിം നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഇനി അടുത്തത് പറയേണ്ടതാണ് എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തതെന്നൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു പ്രൊഫൈലിലെ ഹിൻസിൽ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റഡ് അറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ വല്ല കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ആയ ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ നെയിം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ ഗ്രാജുവേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിന്റെയും കോളേജിന്റെയും പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ക്ലിയർ, സിമ്പിൾ ആണ്. ആൻഡ് അടുത്തത് അവരുടെ ഫേമസ്, ഇപ്പോൾ ഓതേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫേമസ് വർക്ക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഫേമസ് ആയിട്ടുള്ള വർക്ക്സോ അതുപോലെ അവരുടെ ഫേമസ് റൈറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബുക്സോ കാര്യങ്ങളൊക്കെ വർക്ക്സ് ഒക്കെ കോട്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ. ഇനി അടുത്തതാണ് അവാർഡ്സ്. അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, ഓണേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ആ ഒരു പ്രൊഫൈലിന്റെ ഹിൻസിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹി വാസ് awarded with അല്ലെങ്കിൽ ഹി റിസീവ്ഡ് ഓണറബിൾ അവാർഡ്സ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഹിസ് അവാർഡ്സ് ആർ എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഹിസ് അവാർഡ്സ് ആർ അല്ലെങ്കിൽ ഹിസ് അവാർഡ്സ് വേർ എന്ന് പറയുന്ന ഇത് തെറ്റാണ്. നമ്മൾ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല. അപ്പൊ എപ്പോഴും എങ്ങനെ യൂസ് ചെയ്യുക, ഹി awarded with അല്ലെങ്കിൽ ഹി വാസ് awarded with, ഹി റിസീവ്ഡ് ഓണറബിൾ അവാർഡ്സ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ അവാർഡ്സ് ആണോ അത് നിങ്ങൾ കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ്, ഇനി നമ്മൾ അദ്ദേഹം മരിച്ചു എന്ന് പറയാൻ നമ്മൾ ഡൈഡ് എന്ന് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്തത് തെറ്റൊന്നുമല്ല, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നല്ല യൂസേജിൽ നമ്മൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണടാ, പാസ്ഡ് അവേ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡൈഡ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ച തെറ്റല്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് പാസ്ഡ് അവേ എന്നാണ്. സോ പാസ്ഡ് അവേ എന്നുള്ളതാണ് നിങ്ങൾ എന്തായാലും പ്രൊഫൈൽ വരുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇതിന് മാർക്ക് ഉണ്ട്, ഇത് ശ്രദ്ധിക്കും കേട്ടോ. ഇനി ഇയർ മാത്രമാണെങ്കിൽ നമുക്കറിയാം ഇന്ന് കൊടുക്കണം, പാസ്ഡ് അവേ ഇൻ എന്നാണ്. ഫുൾ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പാസ്ഡ് അവേ ഓൺ എന്ന് കൊടുക്കാം.
ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രൊഫൈൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നീരജ ബനോട്ടിന്റെ പ്രൊഫൈൽ. നമ്മളിത് ഒരു ആക്ടിവിറ്റിയിലും പഠിച്ച കാര്യം തന്നെയാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രൊഫൈൽ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നീരജ ബനോട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബോർഡ് എന്നാണ്, നാഷണാലിറ്റി ഇന്ത്യൻ ആണ്, ആൽമാ മേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്കൂളിൽ നിന്നാണോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ആൽമാ മേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഒക്യുപ്പേഷൻ കൊടുത്തിട്ടുണ്ട്, എംപ്ലോയർ, നോൺ ഫോർ ഡെത്ത്, അവാർഡ്സ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നീരജയുടെ പ്രൊഫൈൽ എഴുതാൻ നോക്കിയാലോ. സോ ആൻസർ മിസ് ഇവിടെ കൊടുക്കുകയാണ്. പ്രൊഫൈൽ ഓഫ് നീരജ ബനോട്ട്. Neeraj Bharat, born on September 1963 in Chhattisgarh, India, was an Indian flight attendant who is best known for her courageous actions during the hijacking of Pan Am Flight 73. And she was graduate of St. Xavier's College, Mumbai, and worked as a flight attendant for Pan American World Airways. So നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രോണൗൺസിലേക്കും അതുപോലെ ഈ ലിങ്കിങ് വേർഡ്സിലേക്കും ഒക്കെയാണ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മളുടെ ആ ഒരു പ്രൊഫൈലിന്റെ ഹിൻസിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നീരജ ബനോട്ടിന്റെ പ്രൊഫൈൽ ആകുമ്പോൾ നമ്മൾ എക്സാമിന് ചാപ്റ്ററിൽ പഠിച്ചത് കൂടി ആയിട്ട് നമുക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷെ തെറ്റി പോവാതെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആസ് വർക്ക്ഡ് ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഫോർ പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ് ഓൺ September 5, 1986 at Karachi Airport in Pakistan. Neeraja displayed extraordinary bravery by saving the lives of passengers when the flight she was serving was hijacked. Okay, and tragically, she lost her life during the ordeal at the young age of 22. In recognition of her heroism, Neeraja was posthumously awarded several prestigious honors. Okay, honors including the Ashok Chakra in India, the Tamgei Pakistan by Pakistan, and the Flight Safety Foundation Heroism Award by the United States. Okay, അപ്പോൾ റെക്കഗ്നിഷൻ ഓഫ് ഹീറോയിസത്തിന് വേണ്ടിയിട്ടാണ് ആൾക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുറച്ച് ഓണേഴ്സ് കിട്ടിയിട്ടുള്ളത്. അത് ഏതൊക്കെയാ എന്ന് നമ്മൾ നോട്ട് ചെയ്ത് എഴുതി. നീരജ ബനോട്ട്സ് ലെഗസി കണ്ടിന്യൂസ് ടു ഇൻസ്പയർ മെനി ഫോർ ഹെർ സെൽഫ്ലെസ്നെസ് ആൻഡ് കറേജ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നീരജ ബനോട്ടിന്റെ പ്രൊഫൈൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഈ ഒരു ലിങ്കിങ് വേർഡ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഡേറ്റ് എഴുതിയപ്പോൾ എന്ത് ചെയ്തു, ബോൺ ഓൺ എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ സ്കൂൾ ഗ്രാജുവേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്, എവിടെ നിന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തതെന്ന് കൊടുത്തു. ആൻഡ് അതുപോലെ എന്താണ് ഇഷ്യൂ ഉണ്ടായത് അല്ലേ. സോ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈജാക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിന്റെ ഹിൻസിൽ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നീരജ ബനോട്ടിന്റെ ഒരു പ്രൊഫൈൽ, അല്ലെങ്കിൽ എന്തായാലും ഒരു പ്രൊഫൈൽ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൻഡ് ഈ ഒരു പ്രൊഫൈൽ എന്നുള്ള ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്തായാലും പ്രൊഫൈൽ അറ്റൻഡ് ചെയ്യും. എക്സാമിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ. 5-4 മാർക്കുകളൊക്കെ ഈസി ആയിട്ട് കുറച്ച് ലിങ്കിങ് വേർഡ്സ് വെച്ച് മാത്രം കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സമയം കുറവിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഫൈൽ എന്നുള്ളത്. സോ പ്രൊഫൈൽ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ആൻഡ് താഴെ ഒരു കമന്റും കൂടി ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. ഓക്കെ, ബൈ.